ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അശ്വാസ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ വീഡിയോയുടെ സാധനം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ ഒത്തിരി പേര് ഉപയോഗിക്കുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് അറിയാം കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ നമ്മൾ ഫോൺ നമ്പർക്ക് എങ്ങനെ ഹൈഡ് ചെയ്യുന്നത്, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മളൊന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. ലെറ്റ്സ് വാച്ച് ഫോർ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലെ ഓരോ സെറ്റിങ്സും മാറ്റുക, അതെങ്ങനെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ആർക്കും ചെയ്യുന്ന വളരെ എളുപ്പമേ ഉള്ളൂ. കുറച്ച് നേരം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്താൽ എല്ലാവർക്കും ഏത് കാര്യങ്ങളും വളരെ എളുപ്പം തന്നെ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മളിന്ന് വീഡിയോയുടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഡെസ്ക്ടോപ്പ് വഴിയോ ഓൺലൈൻ വഴിയോ കയറുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല, എല്ലാ രീതിയും സെയിം വേർഷനിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും എളുപ്പം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സൈഡിൽ ക്യാമറ ഈ സൈഡ് പക്ഷേ ആയിട്ടുള്ള 3 ലൈനെ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് വ്യൂ യുവർ പ്രൊഫൈൽ. ഇപ്പോൾ എൻ്റെ പേര് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന രണ്ടും എൻ്റെ പേജാണ്, ഫേസ്ബുക്ക് പേജാണ്. ഇതിനുശേഷം നമ്മളിപ്പോൾ എൻ്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. പ്രൊഫൈലിൽ നടുക്ക് ഇപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എഡിറ്റ് പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഈ പുതിയ പേജിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡിലൊരു പെൻസിലിൻ്റെ പോലെ ഐക്കൺ പെൻസിൽ ഐക്കൺ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഈ പെൻസിൽ ഐക്കണെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും എഡിറ്റ് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ചേഞ്ച് ആവുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ താഴോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കണക്കിൽ നമ്മുടെ എൻ്റെ കോൺടാക്ട്സ് ഐ ഡി, അതുപോലെ തന്നെ ബേസിക് ഇൻഫോ കൊടുത്തിട്ടുണ്ട്, ജെൻഡർ, അപ്പോൾ ബർത്ത്ഡേ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവർ കാണിക്കാം. പബ്ലിക്കിന് വ്യൂ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക്ക് വ്യൂ ആക്കാതെ നമ്മൾ ഉള്ളി മീ മാത്രം ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിൽ കാണുന്ന പെൻസിൽ ഐക്കണെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ പെൻസിൽ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് അലോ ഓൺ ടൈം ലൈൻ, അഥവാ നമ്മളെ പ്രൊഫൈൽ ഇപ്പോൾ വേറെ ഒരാൾ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ, നമ്മൾ വേറെ ആളെ കാണാൻ പോകുമ്പോൾ ചില ആൾക്കാരത് പ്രൊഫൈൽ ജെൻഡർ, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ID, ഇമെയിൽ ID, അങ്ങനെ ഒരു കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് പോലും കാണത്തില്ലായിരിക്കും. അപ്പോൾ ഇത് കാണാതിരിക്കാൻ വേണ്ടി ഹിഡൻ ഫ്രം ടൈം ലൈൻ കൊടുത്താൽ മതി. ഇത് സേവ് ചെയ്താൽ മറ്റുള്ള ആൾ നമ്മുടെ അക്കൗണ്ട് വന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇതൊന്നും കാണുന്നില്ല. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഐഡ് ഫോൺ നമ്പേഴ്സിനൊക്കെ ഓൺലി മീ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണെങ്കിൽ ആ പെൻസിൽ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. പെൻസിൽ ഐക്കൺ കാണാൻ വരുന്നുണ്ടെങ്കിൽ പെൻസിൽ ഐക്കൺ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് സേവ് കൊടുത്താൽ മതി. ഇത്ര എളുപ്പമുള്ളൂ. വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.